Assalamu alaikum wa rahmatullahi wa barakatuh. Welcome to Ejutanzil Theological School. പ്രിയരെ, ഇന്ന് ഞാൻ മറ്റൊരു ചരിത്രവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും സത്യത്തെ തേടുക എന്നുള്ളതിലേക്കാണ്. സത്യം പറയുന്നവരെ തേടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി സംബന്ധിച്ചൊരു ചെറിയ ചരിത്രം ഞാൻ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, റസൂലെ, എനിക്ക് കൂടുതൽ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല, എനിക്ക് ചില തെറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, സമ്മതിക്കാം, നിങ്ങൾ ഒരു തെറ്റ് മാത്രം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു തെറ്റ് മാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. ശേഷം അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്, എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് എന്തിരുത്, ഒരിക്കലും കളവ് പറയരുത് എന്ന് അദ്ദേഹത്തോട് വളരെ സൗമ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടതയോടുകൂടി അത് ഏറ്റെടുക്കുകയും അവിടുന്ന് അദ്ദേഹം പുറപ്പെടുകയുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിലുള്ള മോശ സ്വഭാവമായിട്ടുള്ള കളവ് ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കളവ് ചെയ്യാൻ വേണ്ടി അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആ റസൂലിൻ്റെ വളരെ മനോഹരമായ ശബ്ദം വരികയാണ്, നിങ്ങൾ ഒരിക്കലും എന്നോട് കളവ് പറയരുത്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്നോട് ഇനി റസൂല് നിങ്ങൾ ഇന്ന് കളവ് നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ സത്യം പറയാതിരിക്കുക, റസൂലിനോട് സത്യം പറയണ്ടേ. അദ്ദേഹം ആ ഒരു ചിന്ത അദ്ദേഹത്തെ ആ കളവ് ചെയ്യുന്നതിൽ നിന്നും മാറ്റി. കാരണം കളവ് ചെയ്താൽ അത് റസൂലിനോട് പറയേണ്ടി വരും, ഇല്ല എന്ന് പറഞ്ഞാൽ അത് മോശപരമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്തിതു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കളവിൽ നിന്നും മാറി നിൽക്കുകയാണ്. ശേഷം അദ്ദേഹം മറ്റൊരു തെറ്റിലേക്ക് പോയി. അവിടെയും ഈ ഒരു ചിന്താഗതി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്, റസൂലിനോട് ഞാൻ എങ്ങനെ കളവ് പറയും, റസൂലിനോട് കളവ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം സത്യം മാത്രം പറയണമെന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹം മറ്റു തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. പ്രിയരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, സത്യം മാത്രം പറയുക എന്ന വാക്കുകൊണ്ട് അവർ മറ്റു തെറ്റുകളിൽ നിന്നെല്ലാം ആ വ്യക്തി മാറി നിന്നു. ഇവിടെയാണ് കളവ് പറയാതിരിക്കുക, സത്യം മാത്രം പറയുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിലുള്ള ഓരോ മുശ്രിക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരുന്നത് അൽ അമീൻ, സത്യസന്ധൻ എന്നായിരുന്നു. ആ ഒരു സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയാൽ, നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം, ഏതൊരു അവസരത്തിലും നമ്മൾ കളവ് പറയരുത്. സത്യം എന്നുള്ളത് അത് ഗുണങ്ങളെ അല്ലെങ്കിൽ ഗുണത്തെ മാത്രമേ നമ്മിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യം പറയുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.